എജുവോൺ ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ RRB SSC ക്ലാസ്സുകൾക്ക് ചേരാൻ വിളിക്കൂ 9048679679. സില്ലോജിസം, അതെ, മത്സര പരീക്ഷകൾക്ക് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയിട്ടുള്ള SSC, RRBയുടെ ഗ്രൂപ്പ് ഡി, ബാങ്ക് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനാണ് സില്ലോജിസം എന്ന് പറയുന്നത്. ശരിക്കും സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനുള്ള ഏരിയയുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെ ചെയ്യാം എന്നാണ് അന്നത്തെ വീഡിയോ ഉള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സില്ലോജിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കി കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും വായിച്ച് കഴിഞ്ഞാൽ മീനിങ് മനസ്സിലാവില്ല. സം കാറ്റ്സ് ആർ ഡോഗ്സ്, അല്ലെ സം ഡോഗ്സ് ആർ അനിമൽസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഓൾ ബുക്സ് ആർ പെൻസ്, അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓൾ പെൻസ് ആർ പേപ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പൊതുവെ ഇംഗ്ലീഷിൽ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട. സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചൊരു പിക്ചർ വരയ്ക്കുന്നത് ആവശ്യമാണ്. വെൻ ഡയഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. സം ബുക്സ് ആർ പെൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. സം ബുക്സ് ആർ പെൻ എഴുതുകയാണ്. ഇതെങ്ങനെ ചിത്രം വരയ്ക്കാം, ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ സർക്കിൾ വരച്ച് വയ്ക്കുക. ഇതാണ് ബുക്ക്. കംപ്ലീറ്റ് ബുക്കാണോ? എല്ലാ ബുക്കും അല്ലല്ലോ, കുറച്ച്, അല്ലേ, സം എന്ന് പറഞ്ഞാൽ കുറച്ച് പോർഷൻസ് മാത്രം പെന്നാണ്. സോ അല്ലേ, നമുക്ക് കുറച്ച് പോർഷൻസ് എടുത്തിട്ട് എന്താണ് നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പം നിങ്ങൾ അറിയേണ്ട സംഭവം എത്രയേ ഉള്ളൂ. സം എന്ന് പറഞ്ഞ് നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? രണ്ട് സർക്കിൾ ഇതുപോലെ കുറച്ച് പോർഷൻസ് മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്ത് വരയ്ക്കുക സം. അപ്പോൾ സം ബുക്സ് ആർ പെൻസ് ആയി. ഇനി ഞാൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. സം ടേബിൾസ് ആർ ബുക്ക് എന്ന് വരയ്ക്കുകയാണ്. എവിടെ ഞാൻ വരയ്ക്കും? ഇവിടെ വരച്ച് ശരിയാവുമല്ലോ. ടേബിളും ബുക്കുമാണ് ജോയിൻ ചെയ്യേണ്ടത്. ബുക്കിൻ്റെ തൊട്ടടുത്ത ടേബിൾ. സോ ബുക്കും ടേബിളും ആണ് ജോയിൻ ചെയ്തത്. ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത് വരയ്ക്കാൻ പോവുകയാണ്. സം പെൻസ് ആർ പേപ്പേഴ്സ് എന്ന് വരയ്ക്കാൻ പോവുകയാണ്. പേപ്പേഴ്സ്. സം പെൻസ് ആർ പേപ്പേഴ്സ്. ആ പേപ്പറുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ സം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരയ്ക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിയാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കൺക്ലൂഷൻ ഫോളോ ചെയ്യോ ഇല്ലേ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കുറേ വരച്ചു. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പിക്ചറൈസേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വേറെ നമ്മളെന്താണ് കൃത്യമായിട്ട് എഴുതി തരും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണ്. സം പെൻസ് ആർ ബുക്ക് എന്നുള്ളൊരു കൺക്ലൂഷനാണല്ലോ. കൺക്ലൂഷൻ എന്ന് പറയാണ്. അടുത്തത് ഓൾ പേപ്പേഴ്സ് ആർ പെൻ. ഇതിലേതാ ഫോളോ ചെയ്യുക ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. സം പെൻസ് ബുക്സ്. ബുക്കും പേനയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സം എന്ന് പറയാം. അതായത് ഒരു ചെറിയ ജോയിൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സം എന്ന് പറയാം. സം പെൻസ് ആർ ബുക്സ്. അപ്പോൾ പേനയും ബുക്കും തമ്മിൽ ജോയിൻ്റ് ഉണ്ടല്ലോ, ഉണ്ട്. ഇനി എല്ലാ പേപ്പറും പെന്നാന്ന് പറഞ്ഞു നോക്കി. എല്ലാം അല്ലല്ലോ, അല്ല. നോക്കി ഇവിടെ ഓൾ പേപ്പേഴ്സ് ആർ പെൻ. ഓൾ പേപ്പേഴ്സ് ആർ പെൻ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എല്ലാ പേപ്പറും പേനയല്ല. പക്ഷെ കുറച്ചെണ്ണം പറയാം. ഈ ഓളിന് പകരം സം ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഈ പിക്ചർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പിക്ചർ ജസ്റ്റ് മായ്ച്ചിട്ട് ഞാൻ വേറൊരു പിക്ചർ വരയ്ക്കും. നിങ്ങൾക്ക് അതിന് എന്ത് മനസ്സിലാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഞാൻ പിക്ചറാണ് വരയ്ക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് എഴുതുന്നില്ല. ഓൾറെഡി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ക്യാറ്റ്, അനിമൽ ഉണ്ട്, ഒരു ഹോഴ്സ് എന്ന് എഴുതുകയാണ്. എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം? സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അവിടെ നിൽക്കട്ടെ. ഇന്ന് മനസ്സിലാവുന്നത് എന്താ നമുക്ക് ആലോചിച്ച് നോക്കി. സം ക്യാറ്റ് നമുക്ക് മനസ്സിലാവുന്ന പോയിൻ്റാണ് ഞാൻ വിടുന്നത്. സം ക്യാറ്റ്സ് ആർ അനിമൽ. നമ്മൾ ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് പറയാം. അങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചും പറയാമല്ലോ. എങ്ങനെയാണ്? സം ആനിമൽസ് ആർ ക്യാറ്റ് എന്ന് തിരിച്ചും നമുക്ക് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ക്യാറ്റും അനിമലും, അനിമലും ക്യാറ്റ് എന്ന് പറയാം. ഇത് ശരിയാവില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. സം ക്യാറ്റ്സ് ആർ ഹോഴ്സ് എന്ന് പറയാണ്. ശരിയാവും? ക്യാറ്റും ഹോഴ്സും തമ്മിൽ ജോയിൻ്റ് ഉണ്ടോ? ഇല്ലോ. ക്യാറ്റും ഹോഴ്സും തമ്മിൽ ജോയിൻ്റ് ഇല്ല. പക്ഷേ ക്യാറ്റും അനിമലും തമ്മിലുണ്ട്, അനിമലും ഹോഴ്സും തമ്മിലുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ജോയിൻ്റ് ഇല്ല.
ഇത് ഫോളോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെ എഴുതാം? സം ആനിമൽ ആർ ഹോഴ്സ് എന്ന് പറയാം. അതേപോലെ തിരിച്ചും പറയാം, സം ആനിമൽ ഹോഴ്സ് ആണെങ്കിൽ സം ഹോഴ്സ് ആർ ആനിമൽ എന്ന് പറയാം. ഇങ്ങനെയും പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയും. സ്ക്രീനിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിക്കാം. അതിൻ്റെ ബേസ് ചെയ്തിട്ട് പിക്ചർ നിങ്ങൾ വരച്ച് നോക്കണം. ഞാനും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. സം വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ആയിട്ട് കാണാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണുള്ളത്, സം റിങ്സ് ആർ ബാംഗിൾസ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിനെ വരയ്ക്കുകയാണ്. സം റിങ്. അപ്പോൾ റിങ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെറുതാക്കി ആറിന് എഴുതാം, പക്ഷെ രണ്ടും ആറുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ റിങ്, ബാംഗിൾ, ഹാൻഡ്, ഫിംഗറിലേ ഉള്ളൂ. പക്ഷെ ചിലതിൽ എന്തായിരിക്കും പെന്ന്, പേപ്പർ, പോട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാം പി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആറിന് എഴുതിയാൽ മതി. ഇതിലിപ്പോൾ ആറ് വലിയ കുഴപ്പമില്ല. സം റിങ്സ് ആർ ബാംഗിൾസ്. സം ബാംഗിൾസ് ആർ ഹാൻഡ്സ്. സം ബാംഗിൾസ് ആർ ഹാൻഡ്സ് എന്ന് വന്നു. സം ഹാൻഡ്സ് ആർ ഫിംഗേഴ്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരച്ച് കഴിഞ്ഞു. ഇനി കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സം ഫിംഗേഴ്സ് ആർ ബാംഗിൾ. ഫിംഗറും ബാംഗിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സം ഫിംഗറും ബാംഗിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. കൺക്ലൂഷൻ 1 ഫോളോ ഇല്ല. സെക്കൻഡ്, സം ഹാൻഡ്സ് ആർ റിങ്സ്. സം ഹാൻഡും റിങ്ങും ഉണ്ടോ? ഇല്ല. ഹാൻഡും റിങ്ങും ഇല്ല. ജോയിൻ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം സെക്കൻഡ് 1 ഫോളോ ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും എക്സാമിന് ആൻസർ കീ ഉണ്ടാവുക? നൈദർ 1 nor 2 ഫോളോസ് എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ ഉണ്ടാവുക. വേറെ ഓപ്ഷനിൽ ഉണ്ടാവും ഓൺലി 1 ഫോളോസ്, വേറെ ഓപ്ഷൻ ഉണ്ടാവും ഓൺലി 2 ഫോളോസ്, പിന്നെ ബോത്ത് 1 and 2 ഫോളോസ്, അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ സം കൺക്ലൂഷൻ വെച്ചിട്ട് ഇനിയും ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നില്ല. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ആയിട്ട് തരും. അപ്പോൾ അതിൽ കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളൊരു സം വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇങ്ങനെ വരയ്ക്കാം. നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്, ഓൾ ബുക്സ് ആർ പെൻസ്. ഇനി അടുത്തത് ഓൾ പെൻസ് ആർ പേപ്പേഴ്സ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഞാനിവിടെ എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ ബുക്സ് അല്ലേ, എല്ലാ ബുക്കും. അപ്പോൾ ഞാനിത് ബുക്കാക്കി വെച്ചു. എല്ലാ ബുക്കും പേനയാണ്, പെൻ എന്ന് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വരച്ചു. ഇനി ഓൾ പെൻസ് നോക്കി എല്ലാം ചേർത്ത് വരയ്ക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു റൗണ്ട് അതിൻ്റെ ചുറ്റും വരച്ചത്. അതൊരു ഓൾ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഒരു റൗണ്ടാണ്, അതിന് ചുറ്റും വേറെ റൗണ്ട് അത്രേ ഉള്ളൂ, ഓൾ. ഇനി ഓൾ പെൻസ് ആർ പേപ്പേഴ്സ്, എല്ലാ പേനയും പേപ്പറാണ്. ഇതിന് മീനിങ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. പേപ്പർ എന്ന് പറയാം. ഇതാണ് ശരിക്കും ഇതിൻ്റെ പിക്ചറൈസേഷൻ, വെൻ ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ശരിക്കും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇതൊക്കെ വേറെ മെത്തേഡൊക്കെ വേറെ ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ഓൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയും, സം സ്റ്റേറ്റ്മെൻറ്റ് ഇ എങ്ങനെയൊക്കെ പറയും, സം നോട്ടൊക്കെ പറയും. അപ്പോൾ എന്തായാലും തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കേണ്ട കാര്യം. സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്കിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് പറയാത്തത് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം, ഓൾ ബുക്സ് ആർ പെൻസ്, ഓൾ പെൻസ് ആർ പേപ്പേഴ്സ്. ഞാൻ ഒരു കൺക്ലൂഷൻ എഴുതുകയാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യൂല എന്ന് പറയണം. ഇതാണ് കൺക്ലൂഷൻ, ഓൾ പേപ്പേഴ്സ് ആർ ബുക്ക്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ് എന്ന് പറയുകയാണ്. സോ വിച്ച് വൺ അല്ലേ വിൽ ഫോളോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫസ്റ്റ് നമ്മൾ നോക്കിയില്ലേ, എല്ലാ പേപ്പർ അല്ലേ, ഓൾ പേപ്പർ. പേപ്പറിൻ്റെ മുകളിൽ ശരിക്കും വേണം ബുക്ക് നോക്കി. ഓൾ പേപ്പർ ആർ ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? പേപ്പറിൻ്റെ മുകളിൽ ബുക്ക് വരണം. ഇങ്ങനെ വന്നാലാണ് ശരിയാവുക. പക്ഷെ ഇവിടെ ശരിയാണ്, നോക്കി. ഓൾ പേപ്പർ ബുക്ക്, പേപ്പറിൻ്റെ മുകളിൽ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് ഫോളോ ഇല്ല. ഇങ്ങനെ വരണമായിരുന്നു. പേപ്പറിൻ്റെ മുകളിൽ ബുക്ക് വന്നാൽ, പേപ്പറിൻ്റെ മുകളിൽ ബുക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ശരിയാണെന്ന് പറയായിരുന്നു. ഇനി നോക്കി, ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ്. അപ്പം നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ പിക്ചർ വരച്ചത്
ഇങ്ങനെ വരണം എന്നുള്ള മനസ്സിൽ നമ്മൾ മൈൻഡ് ആലോചിച്ചിട്ട് വേണം അതിലേക്ക് പോകാൻ. നോക്കി, ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ്, എല്ലാ ബുക്കും പേപ്പറാണ്. അപ്പം പേപ്പർ നോക്കി, ബുക്ക് അല്ലേ, എല്ലാ ബുക്കും പേപ്പറാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ബുക്കിൻ്റെ മുകളിൽ പേപ്പർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ബുക്കിൻ്റെ മുകളിൽ പേപ്പർ ഉണ്ടോന്നുണ്ടല്ലോ, ബുക്കിൻ്റെ മുകളിൽ തന്നെയാണ് പേപ്പർ. ശരിക്കും ബുക്കിൻ്റെ മുകളിൽ പേനയാണ്, അതിൻ്റെ മുകളിൽ പേപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബുക്സ്, എല്ലാ ബുക്കും പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും നമുക്ക് എന്താണ് ഫോളോ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഫോളോ ചെയ്യോ ഇല്ലെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്തണം. ഞാൻ ആലോചിക്കുകയാണ്, ഇത്രേ ഉള്ളൂ. സം ബുക്സ് ആർ പെൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബുക്കും പേനയെന്ന് പറയണല്ലേ. ഓക്കെ, എല്ലാ ബുക്കും പേനയാണ്. അപ്പം ഞാൻ അതിൽ കുറച്ചെണ്ണം പേനയെന്ന് പറഞ്ഞാൽ ശരിയാവൂല്ലേ? അതായത് ഈ ബുക്കിൽ കുറച്ച് ബുക്ക് ഈ ഒരു പോർഷനിൽ എടുത്തു. സം ബുക്സ് ആർ പെൻ ശരിയാവൂല്ലേ? അതാണ് ചോദ്യം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരിക്കുകയാണ്, ഒരു ഓഡിയൻസ് ഒരു വെന്യൂവിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അവിടെയുള്ള എല്ലാവരും കേരളക്കാരാന്ന് പറയുകയാണ്. കേരളത്തിൽ നിന്ന് വന്ന ആളുകളാണെന്ന് പറയുക. ഒരു ഹാളിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു ഹാളിലുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. അതിൽ കുറച്ച് പോർഷൻസ് എടുത്താലും സോ ദേ വിൽ ബിലോങ്സ് ടു കേരള എന്ന് പറയാം. അപ്പം അത് നമ്മൾ എന്താണ്, എല്ലാം ആണെന്ന് പറഞ്ഞാൽ കുറച്ചാണെന്ന് പറയുന്നത് ശരിയല്ലേ? ഓൾ ബുക്സ് ആർ പെൻ, സോ സം ബുക്സ് ആർ പെൻ, അത് ശരിയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ സം ഉണ്ടാക്കിയെടുക്കാം ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എല്ലാം ആണെന്ന് പറഞ്ഞാൽ അതിൽ സം ആക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ പറയാം? സം ബുക്സ് ആർ പെൻ എന്ന് പറയാം. ഇനി അടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സം ബുക്സ് ആർ പേപ്പർ എന്ന് പറഞ്ഞുകൂടെ? ആലോചിച്ച് നോക്കി, എല്ലാ ബുക്കും പേപ്പറാണ്. അപ്പോൾ അതിൽ സം പോർഷൻസ് പേപ്പറാണെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ്. എല്ലാം ആണെന്ന് പറഞ്ഞാൽ അതിൽ സം എടുത്തു നമ്മൾ. ഇനി അടുത്ത സം എങ്ങനെ വരും? സം പെൻ നോക്കി നോക്കി, സം പെൻ ആർ പേപ്പർ എന്ന് പറഞ്ഞുകൂടെ? ആലോചിച്ച് നോക്കി, സം പെൻ ആർ പേപ്പർ. ഓക്കെ, എല്ലാ പേനയും ശരിക്കും പേപ്പറാണെങ്കിൽ ഇതിൽ കുറച്ച് പോർഷൻസ് എടുത്താൽ അതുമാണ്. അത് ഓക്കെ അല്ലേ? ശരിയാണ്. അപ്പോൾ ഇതാണ് ഓൾ കൺക്ലൂഷനിൽ നമുക്ക് സം എടുക്കാവുന്ന ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പോയിന്റ് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഈ ഒരു വെൻ ഡയഗ്രമാണ് ഇതിൻ്റെ ബേസ് ഉള്ളത്. ഇനി ഞാൻ ഇതെല്ലാം മായ്ക്കുകയാണ്. മായ്ക്കുക എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടിയൊക്കെ ഒന്ന് മായ്ച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമെന്ന് വിചാരിക്കുക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, കൺക്ലൂഷൻ ഞാനിവിടെ എഴുതുകയാണ്. കൺക്ലൂഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് സം പെൻസ് ആർ ബുക്സ്, ഓൾ പേപ്പേഴ്സ് ആർ പെൻ. നോക്കാം നമുക്ക് ഇതിൽ ഏതാ ഫോളോ ചെയ്യാൻ നിങ്ങൾ നോക്കണം. സം ഉണ്ട്, ഓൾ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടി വരയ്ക്കുകയാണ്. തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ബുക്ക് ആർ പെൻ വരച്ചു, ഓൾ പെൻ ആർ പേപ്പേഴ്സ് വരച്ചു. ഇതിൽ എങ്ങനെ എന്തൊക്കെ ഫോളോ ചെയ്യും ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇവിടെ ഫസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓളല്ലേ? നോക്കി, ഓൾ പേപ്പേഴ്സ് ആർ പെൻ, എല്ലാ പേപ്പറും പേനയാണോ? അല്ലല്ലോ, തിരിച്ചല്ലേ? എല്ലാ പേപ്പറും പേനയെന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ സെക്കൻഡ് വൺ ഫോളോ ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇവിടെ സം പെൻസ് ആർ ബുക്സ് ശരിയാവോ ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുക, സം പെൻസ് ആർ ബുക്സ് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ഇവിടെ നോക്കിയിരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേനയും സം ബുക്സ് ആർ പെൻസ് അല്ലേ, സം അല്ലേ, പെൻസ് ആർ ബുക്സ് ആണ്. ഓക്കെ, സം പെൻസ് ആർ ബുക്സ്. അപ്പം ഇത് തൽക്കാലം ഞാൻ ഒന്ന് മായ്ച്ചു വെക്കുകയാണ്. കാരണം ഇത് രണ്ടും നമുക്ക് മതി, ബുക്കും പേനയുടെ കേസുമാണ്. അപ്പം ഇങ്ങനെ ഓൾ എന്ന് പറയുന്ന കേസിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ബുക്കും പേനയെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് സം ബുക്സ് ആർ പെൻ എന്ന് പറഞ്ഞാലും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ബുക്കും പേനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ സം ബുക്സ് ആർ പെൻസ് എന്നാൽ ശരിയാണ്. ഇനി നേരെ തിരിച്ചൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, സം പെൻസ് ആർ ബുക്സ് എന്ന് പറയണം. സം പെൻസ് ആർ ബുക്സ്, ഇത് നോക്കിയിട്ട് ശരിയാവോ ഇല്ലേ എന്ന് ചോദിക്കുക. സം പെൻസ്, അത് പേനയിൽ കുറച്ച് ഭാഗം ബുക്കാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ എന്താണ് ബുക്കും പേനയെന്ന് പറഞ്ഞു, തിരിച്ച് നിങ്ങൾ അന്ന് ആലോചിച്ചു എങ്ങനെയാണ്?
സം പെൻസ് ആർ ബുക്സ്. ഈ പേനയിൽ കുറച്ച് ഭാഗം ബുക്കല്ലേ, ശരിയാവും എന്നുള്ളതാണ്. മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നോക്കി പേന മൊത്തത്തിൽ പേനയാണ്, അതിൽ കുറച്ച് ഭാഗം ബുക്കല്ലേ, അതെന്നെ പറഞ്ഞിട്ടുള്ളത് സം പെൻസ് ആർ ബുക്സ്, പേനയിൽ കുറച്ച് ഭാഗം ബുക്ക്. അപ്പോൾ ഇത് മനസ്സിലാവാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക്. അതുപോലെ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ക്യാറ്റ് ബാറ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്യാറ്റും ബാറ്റും കൊടുത്തതിന് ശേഷം ഞാൻ അതിലൊരു കൺക്ലൂഷൻ എടുക്കുകയാണ്. എന്താ കൺക്ലൂഷൻ നമുക്ക് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഇത് ശരിയാവില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. സം ബാറ്റ് ആർ ക്യാറ്റ്. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ വരണം എന്നൊന്നുമില്ല. ഇതിനെയും നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയാം, ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നാണെങ്കിൽ. ഒന്നിൻ്റെ മുകളിലോ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സം പറയാം. ഇവിടെ നോക്കി നോക്കിയേ, സം ബാറ്റ് ആർ ക്യാറ്റ്. ഇത് മൊത്തത്തിൽ ബാറ്റാണ്, അതിൽ കുറച്ച് ഭാഗം ക്യാറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിതിന് പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്, ഓൾ എന്ന് ഏതെങ്കിലും ഒന്നിനെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സം സ്റ്റേറ്റ്മെൻറ്റിൽ കൺക്ലൂഷനിൽ പറയാം. എന്താണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്, ശരിയാണോ, അത് ഫോളോ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, സം ബാറ്റ് ആർ ക്യാറ്റ്, ഇത് മൊത്തത്തിൽ ബാറ്റാണ്, അതിൽ സം പോർഷൻ ബാറ്റിൽ നോക്കി സം ബാറ്റ്, ഈ ബാറ്റിൽ സം പോർഷൻസ് എന്തായി, ക്യാറ്റായി. ഇനി ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ചിത്രം വരയ്ക്കാം ഓൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് രണ്ട് സം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സം കൺക്ലൂഷൻ പറയണം. സോ ഇവിടെ നമ്മളെന്താണ്, പെന്ന് ബുക്ക് എന്ന് എഴുതി വെച്ചു, ഓക്കെ അല്ലേ, പെന്നും ബുക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ സം പറയാം എന്നുള്ളത് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഓൾ പെൻ ആർ ബുക്ക് എന്ന് ഓൾറെഡി പറയാം, അതിൽ നമുക്ക് എന്ത് പറയാം, സം പെൻ ആർ ബുക്ക് ഇത് പറഞ്ഞൂടെ, സം പെൻ ആർ ബുക്ക് എന്ന് പറയാം. തിരിച്ചും പറയാം, സം ബുക്ക് ആർ പെൻ. എന്തുകൊണ്ടാണ്, ബുക്കിലുള്ള സം പോർഷൻസ് പെന്നാണ്. അപ്പോൾ ഓൾ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും സം കൺക്ലൂഷൻ പറയാം. അപ്പോൾ അവിടെയാണ് കുറച്ച് ആൾക്കാർ തെറ്റുകളുള്ളത്. അപ്പോൾ ആ തെറ്റാറുള്ള സംഭവം മാറ്റി വയ്ക്കുക. ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ്. ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ്. ഓൾ ട്രീസ് ആർ ഫ്രൂട്ട്സ്. ഓൾ ട്രീസ് ആർ ഫ്രൂട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൃത്യമായിട്ട് പേര് എഴുതുക. ചില സമയത്ത് ഓരോ പേരുകളെ ഫ്ലവേഴ്സും ഫ്രൂട്ടും ഉണ്ടാവുകൊണ്ട് നമുക്ക് മാറിപ്പോരുത്. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേണം. ട്രീ എന്നല്ലേ, ട്രീസ്. ഫ്ലവർ എല്ലാം അല്ലേ, ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ്, ഓൾ ട്രീസ് ആർ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു. കൺക്ലൂഷനിൽ സം ഫ്രൂട്ട്സ് ആർ ഫ്ലവേഴ്സ്. കൺക്ലൂഷൻ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, സം ഫ്രൂട്ട്സ് ആർ ഫ്ലവേഴ്സ്. ഫ്രൂട്ടും ഫ്ലവറും ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത് നോക്കി, സം ഫ്രൂട്ട്സ് ആർ ഫ്ലവേഴ്സ് പറയാൻ പറ്റൂല്ലേ? നിങ്ങൾ ഈ സർക്കിളൊന്ന് ഒഴിവാക്കി ആലോചിച്ച് നോക്കി. ഫ്രൂട്ടും ഫ്ലവറും തമ്മിൽ ജോയിൻറ്റ് പറയാം, ഫ്ലവർ ഫ്രൂട്ട്, ഫ്ലവറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് ഫ്ലവർ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സം പറയാം. ശരിയാണല്ലോ, ശരിയാണ്. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. സെക്കൻഡ് നമുക്ക് നോക്കാം, സം ഫ്രൂട്ട്സ് അല്ലേ, ഫ്ലവേഴ്സ് ആർ ഫ്രൂട്ട്സ്. സം ഫ്ലവേഴ്സ് ആർ ഫ്രൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, നേരത്തെ പറഞ്ഞ പോലെ. 1 and 2 കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നതാണുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സം ഉണ്ട്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. സം ബുക്സ് ആർ പെൻസ്. അപ്പോൾ നമുക്ക് സം ബുക്സ് കുറച്ച് വലുതാക്കി വരയ്ക്കല്ലേ, കാരണം ഇൻ്റർസെക്ഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കാണാൻ ബുദ്ധിമുട്ട് വേണ്ട. സം ബുക്സ് ആർ, നമുക്കിവിടെ എന്താ ഉള്ളത്, സം ബുക്സ് ആർ പെൻസ് അല്ലേ ഉള്ളത്. സം ബുക്സ് ആർ പെൻ എന്ന് വരച്ച് വെച്ചു. ഇനി എല്ലാ പേനയും പേപ്പറാണെന്ന് വേണം അല്ലേ, എല്ലാ പേനയും പേപ്പർ. അപ്പം എല്ലാ പേനയും ചേർത്ത് വയ്ക്കുക. എങ്ങനെയാണ് ശരിക്കും എല്ലാ പേനയും പേപ്പർ വയ്ക്കേണ്ടത്? എല്ലാ പേനയും പേപ്പർ, ഇത് പേനയാണ് പേപ്പറാണ്. അപ്പോൾ എല്ലാ പേനയും പേപ്പർ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം, എല്ലാ പേനയും പേപ്പറാണ്. ഓക്കെ, ഇത് വരച്ച് വെച്ചു നമ്മളിവിടെ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബുക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ബുക്സ് ഇവിടെ ഇൻ്റർസെക്ഷൻ അല്ലേ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി കൺക്ലൂഷൻ 1 നോക്കാം. സം പേപ്പേഴ്സ് ആർ ബുക്സ്. സം പേപ്പേഴ്സ് ആർ ബുക്സ് ശരിയാവോ ഇല്ലേ, ഇതാണ് ചോദ്യം. സം പേപ്പർ ആർ ബുക്ക്. പേപ്പറും ബുക്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയേ, പേപ്പർ ബുക്ക്. സോ ദർ ഈസ് ആൻ ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ പേപ്പർ ആൻഡ് ബുക്ക്. സോ ഫസ്റ്റ് വൺ വിൽ ഫോളോ എന്ന് പറയാം. സം പേപ്പേഴ്സ് ആർ ബുക്സ്. ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ശരിക്ക് ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ്. അപ്പോൾ ബുക്സിൻ്റെ മുകളിൽ പേപ്പർ വന്നാൽ ഇത് ശരിയാവുള്ളൂ. അത് ആ ഒരു മൈൻഡ് സെറ്റിൽ നോക്കുക. എല്ലാ ബുക്കും
പേപ്പറാണോ? ശരിയാവില്ലല്ലോ, ഇല്ല. എല്ലാ ബുക്കും പേപ്പറാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ സം ബുക്സ് ആർ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വൺ ഫോളോ ചെയ്യോ? സെക്കൻഡ് വൺ ഫോളോ ചെയ്യില്ല. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. ഇത് ഓൾ നമ്മളെന്താ പറഞ്ഞു? ഫസ്റ്റ് വൺ സം പേപ്പേഴ്സ് ആർ ബുക്സ് നമ്മളെന്താണ് ഫോളോ ചെയ്തു. ഓൾ ബുക്സ് ആർ പേപ്പേഴ്സ് അത് പറ്റുമോ? ഇല്ല, എല്ലാ ബുക്കും പേപ്പറല്ല. അപ്പോൾ സെക്കൻഡ് വൺ ഫോളോ ചെയ്യില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. സം ഗിയേഴ്സ് ആർ വീൽസ്. സം ഗിയേഴ്സ് ആർ വീൽസ് അത് നമ്മൾ വരച്ചു വെച്ചു. സം ഗിയേഴ്സ് ആർ വീൽസ് ഫസ്റ്റ് വൺ ഓക്കെയാണ്. ഓൾ വീൽസ് ആർ ബ്രേക്സ്. എല്ലാ വീലും ബ്രേക്കാണ് നമ്മൾ വരച്ചു വെച്ചു. ബ്രേക്സ് വരച്ചു. ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ നമ്മൾ നോക്കാം. ഓൾ ബ്രേക്സ് ആർ ഗിയർ. ബ്രേക്ക് ഗിയർ നിങ്ങൾ ആലോചിക്കേ, ഓൾ പറയാൻ പറ്റുമോ? ഓൾ ബ്രേക്സ് ഈസ് ഗിയർ. ബ്രേക്കിൻ്റെ മുകളിൽ ഗിയർ വരണം. ബ്രേക്കിൻ്റെ മുകളിൽ ഗിയർ വന്നിട്ടുണ്ടോ? ഇല്ല. ബ്രേക്കിൻ്റെ ഇൻ്റർസെക്ട് അല്ലേ, ബ്രേക്കിൻ്റെ മുകളിൽ ഗിയർ ഇങ്ങോട്ട് വന്നാലേ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ ഫോളോ ഇല്ല അല്ലേ. ഓൾ വീൽസ് ആർ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സം ഗിയേഴ്സ് ആർ ബ്രേക്സ്. ഗിയറും ബ്രേക്ക് ഇൻ്റർസെക്ട് ചെയ്യേണ്ടതുണ്ട്. ഗിയർ ബ്രേക്സ്. സോ ദർ ഈസ് ആൻ ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ ഗിയേഴ്സ് ആൻഡ് ബ്രേക്സ്. സോ നമുക്ക് സെക്കൻഡ് വൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് സം ഓൾ മാത്രമാണ്. ഇനി ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ കാണാറുള്ള കാര്യമാണ് നോ. നോ എന്ന് പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ നോ ബാറ്റ് ഈസ് ബോൾ എന്ന് പറയുകയാണ്. നോ ബാറ്റ് ഈസ് ബോൾ. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണോ? ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാറ്റാണ്, ഇത് ബോളാണെങ്കിൽ ഇവ തമ്മിൽ ഒരിക്കലും ചേരില്ല. നിങ്ങൾ ചില സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഒലക്കയല്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ പറയാറുണ്ട് ഇത് തേങ്ങയല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോ ബാറ്റ് ഈസ് ബോൾ. നമ്മൾ ആ സിനിമയിൽ ശരിക്കും പറയുന്ന ഒരു പോയിന്റ് അങ്ങനെയാണ്. ബാറ്റ് ബോളും അല്ല. സോ ദർ ഈസ് നോ ഇൻ്റർസെക്ഷൻ. അങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മൾ. അപ്പോൾ എന്ത് കൺക്ലൂഷനിലേക്ക് എത്താം? അപ്പോൾ നോ ബാറ്റ് ഈസ് ബോൾ. ഞാൻ അടുത്ത കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നെ എഴുതുകയാണ്. കോമ കേട്ടോ, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നെയാണ്. നോ ബോൾ ഈസ് പെൻ. ഇങ്ങനെ വരയ്ക്കാം. നോ ബോൾ ഈസ് പെൻ എന്ന് വരച്ച് വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൺക്ലൂഷൻ 1 ഇതാണ് കേട്ടോ. കൺക്ലൂഷൻ 1 സം ബാറ്റ് ഈസ് ബോൾ. ശരിയാവില്ലേ? ബാറ്റും ബോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമോ? ബാറ്റും ബോൾ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. സം പറയാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് ചോദിക്കുകയാണ്, ഓൾ ബാറ്റ് ഈസ് പെൻ. അത് പറയാൻ പറ്റുമോ? ഇവിടെ നമുക്ക് എന്താണ്, ബാറ്റും പെന്നും തമ്മിൽ ഒരു ജോയിൻറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓൾ എന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഓൾ ബാറ്റ് ഈസ് ബോൾ എന്നും പറയാൻ പറ്റുമോ? ഇവ തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഓൾ വരുമില്ല. അപ്പോൾ ഇതിൽ ഒന്നും നമുക്ക് പോസിബിൾ അല്ല പറയാനുള്ളത്. പക്ഷെ എന്ത് പറയാം, ഇത് പറ്റൂല്ലേ? നിങ്ങൾ നോക്കിയാൽ മതി. ചോദ്യമാണ് നോ പെൻ ഈസ് ബോൾ. നമ്മൾ നോ ബോൾ ഈസ് പെൻ അങ്ങനത്തെ പറഞ്ഞു. തിരിച്ച് ഇതിനെ പറയാൻ പറ്റൂല്ലേ നമ്മുടെ ചോദ്യം. സെക്കൻഡ് കൺക്ലൂഷൻ നോ ബോൾ ഈസ് ബാറ്റ്. അത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നേരെ തിരിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് നോ ബാറ്റ് ഈസ് ബോൾ എന്ന് പറഞ്ഞാൽ നോ ബോൾ ഈസ് ബാറ്റ് പറയാം. നോ ബോൾ ഈസ് ബാറ്റ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോ മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. സം കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല, ഓൾ കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നോ പെൻ ഈസ് ബോൾ എന്ന് തിരിച്ചും പറയാം. നോ പെൻ ഈസ് ബോൾ ഇതും പറയാം. അങ്ങോട്ട് നോ പറഞ്ഞാൽ ഇങ്ങോട്ട് നോ പറയാം. അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഒറ്റ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പിന്നീട് പ്രൊവൈഡ് ചെയ്യും, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് നോ വെച്ചിട്ടുള്ള നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. നോ മന്ത് ഈസ് ഇയർ എന്നാണ് പറഞ്ഞ് നമുക്കിവിടെ നോ മന്ത് ഈസ് ഇയർ. മന്ത് ഇവിടെ ഉണ്ട്. നോ മന്ത് ഈസ് ഇയർ. ഇനി അടുത്തത് നോ ഇയർ ഈസ് സെക്കൻഡ്. നോ ഇയർ ഈസ് സെക്കൻഡ്. ഇത് മന്ത്, ഇത് ഇയർ, ഇത് സെക്കൻഡ്. തമ്മിൽ ജോയിൻ്റ് ഇല്ല. ഇനി ഓൾ മന്ത്സ് ആർ സെക്കൻഡ്സ്. എല്ലാ മാസവും സെക്കൻഡ്. ഈ മാസവും സെക്കൻഡ് തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടോ? ഇല്ല. മന്ത് സെക്കൻഡ് ഇവ തമ്മിൽ ജോയിൻ്റ് ഇല്ല. അതുകൊണ്ട് സം പറയാൻ പറ്റുമില്ല, ഓൾ പറയാൻ പറ്റുമോ? അതുമില്ല. ഇനി ഇവിടെ നോക്കാം. നമുക്കിവിടെ നോ സെക്കൻഡ് ഈസ് ഇയർ പറ്റൂല്ലേ? നോ സെക്കൻഡ് ഈസ് ഇയർ. നോ സെക്കൻഡ് ഈസ് ഇയർ. അങ്ങോട്ട് നോ പറഞ്ഞാൽ തിരിച്ചും പറയാം. സെക്കൻഡ് വൺ ഫോളോ ചെയ്യും.
എന്ത് ഫോളോ ചെയ്യും? നോ സെക്കൻഡ് ഈസ് ഇയർ എന്നുള്ള സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോ ചെയ്യും. ഇതിൽ എൻ്റെ ചോദ്യം നെക്സ്റ്റ് ഇതാണ്, ഫോളോ ചെയ്യുമല്ലോ മാത്രം പറഞ്ഞാൽ മതി. സം മന്ത് ഈസ് സെക്കൻഡ് ഞാനായിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. നോ ഇയർ ഈസ് മന്ത്, ഓൾ സെക്കൻഡ് ഈസ് ഇയർ, സം ഇയേഴ്സ് ഈസ് നോട്ട് മന്ത്. സം ഇയേഴ്സ് ആണ് കേട്ടോ, കൂടി വ്യക്തമായിട്ട് എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് സം ഇയർ ഈസ് നോട്ട് മന്ത് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. നമുക്ക് ലാസ്റ്റിൽ ഇപ്പോൾ നോക്കണമെന്നില്ല. സം മന്ത് സെക്കൻഡ്, മന്തും സെക്കൻഡും തമ്മിൽ ജോയിൻ്റ് ഇല്ല. നോ ചിലപ്പോൾ പറ്റും, അങ്ങോട്ട് നോ ആണ് ഇങ്ങോട്ട് നോ പറയും. നോ ഇയർ ഈസ് മന്ത്, നോ ഇയർ ഈസ് മന്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോ പറയാം. ഓക്കെ അല്ലേ? ഇനി ഓൾ സെക്കൻഡ് ഈസ് ഇയർ, ഓൾ സെക്കൻഡ് ഈസ് ഇയർ ആണോ? അല്ല. അത് പറ്റുമോ? ഇല്ല. ഞാൻ നിങ്ങളോട് നെക്സ്റ്റ് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇത് ഫോളോ ചെയ്യില്ലെന്ന് നോക്കിയാൽ മതി. നോ ഇതാണ് കേട്ടോ, നോ മന്ത് ഈസ് സെക്കൻഡ്. ഒരു പ്രാവശ്യം അങ്ങോട്ട് നോ പറയാം, തിരിച്ചു ഇങ്ങോട്ട് നോ പറയാം. നോക്കാം, നോ മന്ത് ഈസ് സെക്കൻഡ്. നോ മന്ത് ഈസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം എന്താണ്? ഇവ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോ പറയാൻ പറ്റുക. നോ പറയാൻ പറ്റുക. അതായത് മന്ത് സെക്കൻഡ് തമ്മിൽ എന്താണ്? ഒരു കണക്ഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോ മന്ത് ഈസ് സെക്കൻഡ്. അങ്ങനെ ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല. മന്തും സെക്കൻഡും അവിടെ കിടക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കി സം ഇയർ ഈസ് നോട്ട് മന്ത്. ഇങ്ങനെ റെയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. നമുക്കിവിടെ എന്താ ഉള്ളത്? സം ഇയറിൽ കുറച്ച് ഭാഗം എടുത്ത്, എന്തായാലും ഒന്നും അല്ലല്ലോ. ഇയറിൽ ഒരു പാർട്ടും എന്താണ്? മന്തല്ല. അപ്പോൾ ഇയറിൽ സം ഇയറിൽ കുറച്ച് ഭാഗം മന്ത് അല്ല എന്ന് പറയുന്നത് ശരിയാവില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗം എല്ലാം അല്ല, അതുകൊണ്ട് കുറച്ച് ഭാഗവും അല്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിയൻസിൻ്റെ കേസ് പറഞ്ഞു, കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കേസ് പറയുന്നത്, ഇവിടെയുള്ള ആരും കേരളക്കാരല്ല. ഇത് കുറച്ച് പോർഷൻസ് പറഞ്ഞാലും നമുക്ക് എന്ത് പറയാം? അല്ല എന്ന് തന്നെ പറയാം. അതേപോലെ സം ഇയറിലെ കുറച്ച് പോർഷൻ മന്ത് അല്ല, അതിനല്ലേ സം ഇയർ ഈസ് നോട്ട് മന്ത്. ഇനി ഇങ്ങനെ സന്നോട്ട് വേറെ പറയാം. സം സെക്കൻഡ് ഈസ് നോട്ട് ഇയർ എന്ന് പറഞ്ഞുകൂടെ? ആലോചിച്ച് നോക്കി. സം സെക്കൻഡ് എവിടെയുള്ളത്? സെക്കൻഡിൽ ഒരു ചെറിയ പോർഷൻ ഇയർ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? അതും ഫോളോ ചെയ്യും. അപ്പോൾ വേറെ ഒന്നുകൂടി ആലോചിച്ച് നോക്കി എങ്ങനെ നമുക്ക് ഇതെന്ന് പറയാം. ഇത് വളരെ റെയർ ആയിട്ടാണ് എക്സാമിന് ചോദിക്കാറ്, ഗ്രൂപ്പ് ഡിക്ക് ഇത് ചോദിക്കാറില്ല എന്ന് തന്നെയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വലിയ ഹയർ ലെവൽ എക്സാംസിന് മാത്രമേ ചോദിക്കില്ല. നോർമൽ ബേസിക് ലെവൽ എക്സാംസ് ഒന്നും ചോദിക്കാറില്ല. നമുക്ക് സം നോട്ട് വേറെ എങ്ങനെ ഉണ്ടാക്കാം? സം മന്ത് എന്തായാലും ഇയർ അല്ല. അപ്പം മന്തിൽ കുറച്ച് പോർഷൻ ഈസ് നോട്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. സം മന്ത് ഈസ് നോട്ട് ഇയർ എന്ന് പറയാം. സം സെക്കൻഡ് ഈസ് നോട്ട് ഇയർ എന്ന് പറയാം. സം ഇയറിൽ കുറച്ച് ഭാഷം സെക്കൻഡ് അല്ല എന്ന് പറയാം. നോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ലെ ഇങ്ങോട്ടും നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചല്ലോ. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സം നോട്ട് പറയാം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സം സെക്കൻഡ് അല്ലേ ഈസ് നോട്ട് ഇയർ ആണെങ്കിൽ അടുത്തത് നമുക്ക് തിരിച്ചും പറയാം. സം ഇയർ ഈസ് നോട്ട് സെക്കൻഡ്. അതായത് സം സെക്കൻഡ് ഈസ് നോട്ട് ഇയർ ആണെങ്കിൽ സം ഇയർ ഈസ് നോട്ട് സെക്കൻഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും സം നോട്ട് പറയാം. അപ്പോൾ ഇത്രയാണുള്ളത്. സം നോട്ട് വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. നമ്മളെ സിലോസ് എന്നുള്ള ഏരിയ ഫുൾ കഴിഞ്ഞു. മെറ്റീരിയൽസ് മാക്സിമം ചെയ്ത് നോക്കുമ്പോഴാണ് പഠിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.